ട്രാവലിംഗ് വേവ് ട്യൂബ് ആംപ്ലിഫയർ. അടുത്ത ഒരു ടോപ്പിക്കാണ് ഫോർത്ത് മൊഡ്യൂളിലെ TWTA ട്രാവലിംഗ് വേവ് ട്യൂബ് ആംപ്ലിഫയർ. ഇതിൻ്റെ ബേസിക്സ് പറഞ്ഞിട്ട് അതിൻ്റെ ഫിഗറിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊരു ഹൈ പവർ ബ്രോഡ്ബാൻഡ് മൈക്രോവേവ് ആംപ്ലിഫയർ ആണ്. ഹൈ പവർ ബ്രോഡ്ബാൻഡ് മൈക്രോവേവ് ആംപ്ലിഫയർ ഓർത്തിരിക്കുക. അത് ഒരു വാക്വം ട്യൂബാണ്. നമ്മുടെ ക്ലിസ്ട്രോൺ പോലെ ഒരു വാക്വം ട്യൂബ് തന്നെയാണ്. It is a special type of vacuum tube that uses a non-resonant slow wave structure. Non-resonant slow wave structure. Non-resonant എന്ന് പറയുമ്പോൾ ഒരു ഹെലിക്കൽ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആ ഹെലിക്കൽ സ്ട്രക്ചറിൽ കൂടെ കടത്തിവിടുന്ന RF വേവിനെ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് വെളിയിൽ കിട്ടും. അതാണ് അടുത്തതിൽ പറഞ്ഞത്. ആംപ്ലിഫിക്കേഷൻ ക്യാൻ ബി ഡൺ ത്രൂ കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ an electron beam and RF field over the entire length of the tube. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒരു വാക്വം ട്യൂബ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു ഹെലിക്സ് സ്ട്രക്ചറും ഉണ്ട്. അതാണ് ഈ നോൺ റെസണൻറ്റ് സ്ലോ വേവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞേക്കണം. എന്നിട്ട് ആ ഹെലിക്സിൽ കൂടി പോകുന്ന ആ ഫീൽഡും പിന്നെ ട്യൂബിൻ്റെ അകത്ത് കൂടി പോകുന്ന ഇലക്ട്രോൺ ബീമും തമ്മിൽ കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ട്. കാണാം. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി റേഞ്ച് 300 MHz to 50 GHz. അപ്പോൾ ഈ ബേസിക് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇതാണ് അതിൻ്റെ ഫിഗർ. ഒരു ട്രാവലിംഗ് വേവ് ട്യൂബ് ആംപ്ലിഫയറിൻ്റെ ഫിഗർ. ഒന്നുമില്ല, ഇതാണ് ഈ നടുക്ക് കാണുന്ന ഇതാണ് അതിൻ്റെ ട്യൂബ് ബോഡി എന്ന് പറയുന്നത്. ഈ 2 ലൈൻസ് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഈ ലൈൻസ് ഒരു ഹെലിക്കൽ സ്ട്രക്ചർ അകത്ത് വെച്ചിട്ടുണ്ട്. ഹെലിക്കൽ സ്ട്രക്ചർ അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നടുക്ക് ഇതിങ്ങനെ ഇവിടെ കാണാം. ഇത് ഒരു അറ്റന്യുവേറ്ററാണ്. ഇവിടെ ഡോട്ടഡ് ലൈൻസ് വെച്ച് ഒരു ബോക്സ് പോലെ കൊടുത്തിട്ടുണ്ട്. അതൊരു അറ്റന്യുവേറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഹെലിക്കൽ സ്ട്രക്ചറുണ്ട്. ഈ മേളിൽ ഇങ്ങനെ കളം ഇത് ഈ ഒരു കാണാമോ നിങ്ങൾക്ക്? ചെറിയ ചെറിയ ബോക്സുകൾ പോലെ മേളിൽ കൊടുത്തേക്കുന്നത്, ഈ ട്യൂബിൻ്റെ 2 സൈഡിലും കൊടുത്തേക്കുന്നത് മാഗ്നറ്റ്സ് ആണ്. ഓക്കെ, മാഗ്നറ്റാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാം, യു ക്യാൻ സീ ഹിയർ മാഗ്നറ്റ് എന്നെഴുതിയിരിക്കുന്നത്. സോ അപ്പോൾ ട്യൂബിൻ്റെ ഒരു എൻഡിൽ ഒരു ഇലക്ട്രോൺ ഗണ്ണുണ്ട്. കാണാം, കാഥോഡ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് കണ്ടോ? കാഥോഡ് ഈസ് ദ ഇലക്ട്രോൺ ഗൺ വിച്ച് ഫയേഴ്സ് ദ ഇലക്ട്രോൺ. അപ്പോൾ ആ ഡാർക്ക് കളറിൽ കാണിച്ചേക്കുന്നത് ഇലക്ട്രോൺ ബീമാണ്. അത് ആ അറ്റത്ത് കളക്ടറിൽ കളക്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രോൺ ബീം പോകുന്ന ആ പാത്തിലാണ് ആ ഹെലിക്കൽ സ്ട്രക്ചർ വച്ചേക്കുന്നത്. അപ്പോൾ ഹെലിക്കൽ സ്ട്രക്ചറിൻ്റെ ഒരു സൈഡിൽ കണ്ടോ, ഒരു സൈഡിൽ RF ഇൻപുട്ട്, നിങ്ങൾ റേഡിയോ ഫ്രീക്വൻസി ഇൻപുട്ട് കൊടുക്കുന്നു. കണ്ടോ, അതേ ആ വേവ് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പുറത്തെ എൻഡിൽ അത് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടും. കണ്ടോ, ആംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ RF വേവ് ഈ ഹെലിക്കൽ സ്ട്രക്ചറിൽ കൂടി ഇങ്ങനെ പോയി ഈ എൻഡിൽ കിട്ടും. അപ്പോൾ ആ ഹെലിക്കലിൻ്റെ നടുക്ക് കൂടിയാണ് നമ്മുടെ ഇലക്ട്രോൺ ബീം പോകുന്നത്. ഇലക്ട്രോൺ ബീം എവിടെ നിന്ന്? ഈ കാഥോഡിൽ നിന്ന് ഈ കളക്ടറിലേക്ക്, ഈ എൻഡിലേക്ക് കളക്ട് ചെയ്യപ്പെടും. സോ ദർ ഇസ് എ കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ വേവ് ത്രൂ ദ ഹെലിക്സ് ആൻഡ് ദ ഇലക്ട്രോൺ ബീം. ഓക്കെ, അപ്പോൾ ട്യൂബിൻ്റെ ബോഡിയുടെ 2 സൈഡിലും മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറയാം. ആ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ട്യൂബിൻ്റെ ബോഡിയുടെ 2 സൈഡിലും മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ബീം, ഈ ഗൺ ജനറേറ്റ് ചെയ്ത് ഈ ഇലക്ട്രോൺ ബീം പോകുന്നുണ്ടല്ലോ, ആ ഇലക്ട്രോൺ ബീം അധികം സ്പ്രെഡ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റ്സ് 2 സൈഡിലും വച്ചേക്കുന്നത്. ഓക്കെ, മാഗ്നറ്റ്സ് അപ്പോൾ എന്താ ചെയ്യുന്നത്? മാഗ്നറ്റ്സ് ജനറേറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് അറൗണ്ട് ദ ട്യൂബ് ബോഡി സോ ദാറ്റ് ദ ഇലക്ട്രോൺ ബീം ഇൻസൈഡ് ദ ട്യൂബ് ഈസ് ഫോക്കസ്ഡ്. ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതധികം സ്പ്രെഡ് ആവില്ല. അതിനാണ് മാഗ്നറ്റ്സ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. സ്ട്രക്ചറിൽ ഈ കാഥോഡ്, ഇത് കണ്ടോ, കാഥോഡ് നെഗറ്റീവ്ലി പോളറൈസ്ഡ്, നെഗറ്റീവാണ് കൊടുത്തേക്കുന്നത്. നെഗറ്റീവ് പോളറൈസ്ഡ് ആണ് ഈ ഇലക്ട്രോൺ ഗൺ. ഇറ്റ് വിൽ ഷൂട്ട് ആൻ ഇലക്ട്രോൺ ബീം ടുവേർഡ്സ് ദ കളക്ടർ. ഓക്കെ, കളക്ടറിൽ അങ്ങോട്ട് ഷൂട്ട് ചെയ്യും. പിന്നെ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു RF ഇൻപുട്ട് ഹെലിക്കൽ സ്ട്രക്ചറിൽ കൂടി കൊടുക്കുന്നു. ആ RF ഇൻപുട്ടിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടും RF ഔട്ട്പുട്ടിൽ. ഓക്കെ, ഇതേ കണ്ടോ, ആംപ്ലിഫൈ ചെയ്ത് കിട്ടും. പിന്നെ നടുക്കൊരു അറ്റന്യുവേറ്റർ വെച്ചേക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്തെങ്കിലും ഇലക്ട്രോൺ ബീമിൻ്റെ റിഫ്ലക്ഷൻസ് വേവിൻ്റെ അല്ലെങ്കിൽ വേവ്സിൻ്റെയോ ഇലക്ട്രോൺ ബീമിൻ്റെ റിഫ്ലക്ഷൻസ് വരുവാണെങ്കിൽ അത് അറ്റന്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറ്റന്യുവേറ്റർ വെച്ചേക്കുന്നത്. റിഫ്ലക്ഷൻസ് തടയാൻ വേണ്ടിയിട്ട്, തിരിച്ചു വരവ് തടയാൻ വേണ്ടിയിട്ടാണ് അറ്റന്യുവേറ്റർ വെച്ചേക്കുന്നത്. ഈ പ്രോപ്പർലി ടെർമിനേറ്റഡ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻസ് ഉണ്ടാകും, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും അറ്റന്യുവേറ്റ് ചെയ്യാനാണ് ആ നടുക്ക്, ആ ബോക്സ് കണ്ടോ നടുക്ക് ഈ അറ്റന്യുവേറ്റർ വെച്ചേക്കുന്നത്. ഓക്കെ, മാഗ്നറ്റ് എന്തിനായിരുന്നു? മാഗ്നറ്റ് താഴത്തും മേളിലും ട്യൂബ് ബോഡിയുടെ താഴത്തും മേളിലും മാഗ്നറ്റ് വെച്ചേക്കുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം ഇലക്ട്രോൺ ബീം അധികം സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്, രണ്ട് സൈഡിലേക്കും സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി പൊളാരിറ്റി കൊടുത്തേക്കണം നോക്കണം. ബീം സപ്ലൈ വോൾട്ടേജ് ആണിത്. ഇത് കളക്ടർ സപ്ലൈ വോൾട്ടേജ്. ഇതാണ് നമ്മുടെ കളക്ടറിൻ്റെ സപ്ലൈ വോൾട്ടേജ്. ഇത് ബീമിൻ്റെ സപ്ലൈ വോൾട്ടേജ്. അപ്പോൾ ആ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ പോളാരിറ്റീസ് നോക്കണം. മൈനസ് ഈ രണ്ട് സൈഡിലും പ്ലസ് ഈ രണ്ട് സൈഡിലും. ഓക്കെ, കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ ഇലക്ട്രോൺ ഗണ്ണ് കാഥോഡും ഇവിടെ ആനോഡ് പ്ലേറ്റ്സും ഉണ്ട്. ഈ കാഥോഡ് ഗണ്ണ് ഇലക്ട്രോൺ ബീം ഫയർ ചെയ്യും. അപ്പോൾ ഈ ആനോഡ് പ്ലേറ്റ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ഇവിടെ വെച്ചേക്കുന്നത് കാരണം അത് ഇലക്ട്രോൺ ബീം വിൽ ബി പ്രോപ്പർലി ഫോക്കസ്ഡ് ഇൻസൈഡ് ദ ട്യൂബ്. ആ ട്യൂബിൻ്റെ വാവട്ടത്തിൻ്റെ അകത്തേക്ക് തന്നെ കറക്റ്റായിട്ട് ബീം പോകാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേറ്റ്സ് ഇവിടെ വെച്ചേക്കുന്നത്. എന്നിട്ട് ആ ബീം നേരെ നമ്മുടെ അറ്റത്താണ് കളക്ടറിലേക്ക് പോയി കളക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ RF ഇൻപുട്ട് നമ്മുടെ ഈ ഹെലിക്സ് വഴി പോകും. ആ RF ഇൻപുട്ട് ഈ ഇലക്ട്രോൺ ബീമായിട്ടുള്ള കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷൻ വഴി അത് എന്താ പറയുക, ആംപ്ലിഫൈ ചെയ്ത് കിട്ടും നമുക്ക്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ള പറയാം. പിന്നെ ഈ ഗെയിൻ കൺട്രോൾ വോൾട്ടേജ് അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോരോ ഫ്രീക്വൻസീസ് ഓരോരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഗെയിൻ കൺട്രോൾ ചെയ്യാനാണ് ഈ ഒരു പ്രത്യേക ബ്ലോക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയാനായിട്ട്. സ്ട്രക്ചർ ഓർത്തിരിക്കണം നിങ്ങളെല്ലാവരും. അതേ കൺസ്ട്രക്ഷനിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോൺ ഗണ്ണുണ്ട്, ആനോഡ് പ്ലേറ്റ്സ് ഉണ്ട്. ഇത് ഇലക്ട്രോൺ ഗൺ, ആനോഡ് പ്ലേറ്റ്സ്, പിന്നെ ഹെലിക്സിൻ്റെ ഒരു സ്ലോ വേവ് സ്ട്രക്ചർ, ഹെലിക്സിൻ്റെ സ്ട്രക്ചർ, പിന്നെ മാഗ്നറ്റ് ഉണ്ട്, അറ്റന്യുവേറ്റർ ഉണ്ട്, കളക്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ വർക്കിംഗ് പറയാം. ഓക്കെ, ഓപ്പറേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൻ ഇലക്ട്രോൺ ഗൺ എമിറ്റ്സ് ആൻ ഇലക്ട്രോൺ ബീം വിത്ത് യൂണിഫോം വെലോസിറ്റി. ഓക്കെ, യൂണിഫോം വെലോസിറ്റിയിൽ അത് എമിറ്റ് ചെയ്യുന്നു. ഇനി ആനോഡ് പ്ലേറ്റ് ഈസ് യൂസ്ഡ് ടു ഫോക്കസ് ദ ബീം ഇൻസൈഡ് ദ ട്യൂബ് ആൻഡ് ഇൻക്രീസസ് ദ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ആ ബീമിനെ കറക്റ്റ് ഈ ട്യൂബിൻ്റെ അകത്തേക്ക് ഫോക്കസ് ചെയ്യാനാണ് ഈ ആനോഡ് പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ വെലോസിറ്റി കൂടുകയും ചെയ്യും പ്ലേറ്റ്സിൻ്റെ പൊളാരിറ്റി കാരണം. മാഗ്നറ്റ് പ്രൊഡ്യൂസസ്, രണ്ട് മേളിലും താഴത്തുള്ള ആ മാഗ്നറ്റ് പ്രൊഡ്യൂസസ് ആൻ ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡ് to prevent the spreading of electron beam inside the tube. RF input is given to one end of the helix structure and the output is taken at the other end of the helix. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RF ഇൻപുട്ട് ഒരു എൻഡിൽ കൊടുക്കും ഹെലിക്സിൻ്റെ, മറ്റേ എൻഡിൽ RF ഔട്ട്പുട്ട് എടുക്കും. ഓക്കെ, ഇനി നീഡ് ഫോർ ഹെലിക്സ് സ്ട്രക്ചറിൻ്റെ നീഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻപുട്ട് കൊടുക്കുന്ന RF ഫീൽഡ് ഒരു ഇലക്ട്രിക് ഫീൽഡ് EM വേവ് ആ ഹെലിക്സിൻ്റെ സ്ട്രക്ചറിൽ ജനറേറ്റ് ചെയ്യും. ഒരു EM വേവ് ജനറേറ്റ് ചെയ്യും. അതിൻ്റെ ആ വേവിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ സ്പീഡ് തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈ ട്യൂബിൽ ജനറേറ്റ് ചെയ്യും. ഈ കൊടുക്കുന്ന RF ഇൻപുട്ട് വഴി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ് അതിൽ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ആ വേവിൻ്റെ വെലോസിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ട്യൂബിൻ്റെ അകത്തുകൂടി ഒരു ഇലക്ട്രോൺ ബീം പാസ് ചെയ്യണ്ടല്ലോ, ആ ബീമിൻ്റെ ഫേസ് വെലോസിറ്റിയേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഈ RF കൊടുക്കുന്ന കാരണം ഉണ്ടാകുന്ന വേവില്ലേ, ഈ ഹെലിക്സിലുണ്ടാകുന്ന വേവിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ ബീമിൻ്റെ ഫേസ് വെലോസിറ്റിയേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ആ EM വേവിൻ്റെ ആ RF കാരണമുള്ള ഹെലിക്സിലുള്ള ആ EM വേവിൻ്റെ വെലോസിറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറയ്ക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ മൾട്ടിപ്ലൈയിങ് ഇറ്റ് വിത്ത് ദ റേഷ്യോ ഓഫ് ഹെലിക്സ് പിച്ച് ടു ഹെലിക്സ് സർക്കംഫറൻസ്. ഹെലിക്സിൻ്റെ പിച്ച്
ഡിവൈഡഡ് ബൈ 2πr. ഹെലിക്സിൻ്റെ സർക്കംഫറൻസ് ആയിട്ട് നമ്മൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് RF വേവിൻ്റെ വെലോസിറ്റി നമ്മൾ കുറയ്ക്കുന്നു. സോ അപ്പോൾ RF വേവിൻ്റെ പുതിയ വെലോസിറ്റി, ന്യൂ വെലോസിറ്റി VRF is equal to velocity of light into pitch of the helix divided by circumference of the helix, pitch divided by 2πr. അപ്പോൾ പുതിയ വെലോസിറ്റി ആ രീതിയിൽ നമ്മളാക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു നടുക്കൊരു അറ്റന്യൂവേറ്റർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു ഇതേ കണ്ടോ, ഹെലിക്സിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു അറ്റന്യൂവേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ആ അറ്റന്യൂവേറ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അറ്റന്യൂവേറ്റ് എനി റിഫ്ലക്റ്റഡ് വേവ്സ് ഡ്യൂ ടു ഇംപിഡൻസ് മിസ്മാച്ച് അറ്റ് ദ എൻഡ് ഓഫ് ദ ട്യൂബ്. എന്തെങ്കിലും റിഫ്ലക്റ്റഡ് വേവ്സ് ഉണ്ടെങ്കിൽ അതിനെ അറ്റന്യൂവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇൻ ഓർഡർ ടു റെസ്ട്രിക്ട് ദ ജനറേഷൻ ഓഫ് ഓസിലേഷൻസ് ഇൻസൈഡ് ദ ട്യൂബ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓവർ എ പാർട്ട് ഓഫ് ദ ഹെലിക്സ് നിയർ ദ ഔട്ട്പുട്ട് എൻഡ്. അപ്പോൾ ഓർത്തിരിക്കുക, അറ്റന്യൂവേറ്റർ മെയിനായിട്ട് എന്തിനാണ്, എന്തെങ്കിലും റിഫ്ലക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ അറ്റന്യൂവേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് അതിൽ പറഞ്ഞേക്കുന്നത് ഓപ്പറേഷൻ. ഇനി വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ശ്രദ്ധിക്കേണ്ടത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഞാൻ പറയാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ RF ഇൻപുട്ടില്ലേ, ഈ RF ഇൻപുട്ടിൻ്റെ 2 സൈക്കിളുണ്ടെന്ന് വെച്ചു. ഈ RF ഇൻപുട്ടിൻ്റെ 2 സൈക്കിൾ, പോസിറ്റീവ് സൈക്കിളും ഉണ്ട് നെഗറ്റീവ് സൈക്കിളും ഉണ്ട് അല്ലേ. അപ്പോൾ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. പോസിറ്റീവ് സൈക്കിൾ, അപ്പോൾ ഇതിൽ കൂടി RF പാസ് ചെയ്യുക. RFൻ്റെ പോസിറ്റീവ് സൈക്കിളിൽ ഈ ഇലക്ട്രോൺ ബീമിൻ്റെ വെലോസിറ്റി കൂടും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെലോസിറ്റി ആക്സലറേറ്റ് ചെയ്യും, ഇലക്ട്രോൺ ബീംസിൻ്റെ വെലോസിറ്റി ആക്സലറേറ്റ് ചെയ്യും. ഇനി ആ ഹെലിക്സിൻ്റെ കൂടിയുള്ള RF ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് സൈക്കിളിൽ ഈ ഇലക്ട്രോൺ ബീമിൻ്റെ വെലോസിറ്റി ഡീസലറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ RF ഇൻപുട്ടിൻ്റെ പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും അനുസരിച്ച് ഈ ഇലക്ട്രോൺ ബീമിൻ്റെ വെലോസിറ്റി മാറുന്നു. ഈ RFൻ്റെ പോസിറ്റീവ് സൈക്കിളിൽ ഇലക്ട്രോൺ ബീം ആക്സിലറേറ്റ് ചെയ്യും, നെഗറ്റീവ് സൈക്കിളിൽ ഇലക്ട്രോൺ ബീം ഡീസലറേറ്റ് ചെയ്യും. അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് RF ഫീൽഡ്, ആ ഹെലിക്സിലുള്ള RF ഫീൽഡിൻ്റെ പോസിറ്റീവ് സൈക്കിളിൽ ദ മൂവിങ് ഇലക്ട്രോൺ ബീം ആക്സലറേറ്റ്സ്, ദറ്റ് ഈസ് വെലോസിറ്റി ഈസ് ഇൻക്രീസ്ഡ്. ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദ ഇലക്ട്രോൺ ബീം എക്സ്പീരിയൻസസ് ഡീസലറേറ്റീവ് ഫോഴ്സ്, വെലോസിറ്റി കുറയും. ഓക്കെ, ദ വേരിയേഷൻ ഇലക്ട്രോൺ ബീമിൻ്റെ ആ വെലോസിറ്റി വേരിയേഷനെയാണ് വെലോസിറ്റി മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നടക്കുന്നത് ഈ ഹെലിക്സിൻ്റെ അകത്തുള്ള ആ RF ഫീൽഡിൻ്റെ പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളുമാണ് ആ ഇലക്ട്രോൺ ബീമിൻ്റെ വെലോസിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്. So the slow wave structure exhibits continuous interaction with the electron beam. Okay. ഇലക്ട്രോൺ ബീമായിട്ടുള്ള കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ. ആ കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ കാരണം ഏതൊക്കെ, ഇലക്ട്രോൺ ബീമും പിന്നെ ആ ഹെലിക്സിലുള്ള RF വേവും. ആ കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ കാരണം ദ ഇലക്ട്രോൺസ് മൂവിങ് വിത്ത് ഹൈ വെലോസിറ്റി ട്രാൻസ്ഫർ ദെയർ എനർജി ടു ദ വേവ് ഇൻസൈഡ് ദ ട്യൂബ്. അപ്പോൾ ആ കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ കാരണം ആ ഇലക്ട്രോൺ ബീംസ് അവരുടെ എനർജി ആ RF വേവിന്, ഹെലിക്സിൻ്റെ അകത്തുള്ള RF വേവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് ആ RFൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നത്, ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. RFൻ്റെ ആംപ്ലിഫിക്കേഷൻ ഇത് നമ്മൾ കണ്ടതല്ലേ, ഈ RF ഇൻപുട്ട്, ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് ആംപ്ലിഫൈഡ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അത് ആ ഇലക്ട്രോൺ ബീം, ഈ പാസ് ചെയ്യുന്ന ഇലക്ട്രോൺ ബീം അവരുടെ എനർജി ആ വേവിലേക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെയാണ് അത് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. So the growing amplitude of the wave causes more bunching electrons which increases the amplitude of the wave. അപ്പോൾ ഈ ആക്സലറേഷനും ഡീസലറേഷനും കാരണം ബഞ്ചിങ് നടക്കും ഇലക്ട്രോൺസിൻ്റെ. അങ്ങനെയാണ് നമ്മുടെ RF വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നത്, കാരണം ആ ട്രാൻസ്ഫർ ഓഫ് എനർജി നടക്കുന്നുണ്ട്. ദ ആംപ്ലിഫൈഡ് RF ഔട്ട്പുട്ട് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ട്യൂബ്. ഞാൻ കാണിച്ചു, ആ എൻഡ് ഓഫ് ദ ട്യൂബ് നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കണ്ട എൻ്റെ ഇതുവഴി നമുക്ക് RFൻ്റെ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് കിട്ടും. ഡ്യൂ ടു ദ ഹെലിക്കൽ സ്ട്രക്ചർ ദ വേവ് പ്രൊപ്പഗേറ്റ്സ് എ മച്ച് ലാർജർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബീം ഇൻസൈഡ് ദ ട്യൂബ്. ഹെലിക്കൽ സ്ട്രക്ചർ കാരണം കുറേ അത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. Speed of the wave depends on the number of turns. Okay, number of
ടേൺസ് ഓഫ് ദ ഹെലിക്സ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ്, ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 0.8 GHz, എഫിഷ്യൻസി 20-40%, ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ അപ് ടു 10 kW, ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ 3 GHz ആൻഡ് അബവ്, പവർ ഗെയിൻ എന്ന് പറഞ്ഞാൽ 60 dB. അഡ്വാൻറ്റേജസ്: വൈഡ് ബാൻഡ് വിഡ്ത്ത്, ഹൈ ഗെയിൻ ആൻഡ് റിലയബിലിറ്റി, ഹൈ ഔട്ട്പുട്ട് പവർ. ഇതെല്ലാം ഓർത്തിരിക്കുക. ആപ്ലിക്കേഷൻസ് ഓർക്കണം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കണ്ടിന്യൂസ് വേവ് റഡാർ സിസ്റ്റംസ്. they act as broadband receivers for RF amplification. RF വേവ് ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നുണ്ട് ആ ഇലക്ട്രോൺ ബീമിനായിട്ടുള്ള ഇൻട്രാക്ഷൻ കാരണം. കണ്ടതല്ലേ? സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടേഴ്സ് ടു ഗെറ്റ് ഹൈ ഔട്ട്പുട്ട് പവർ യൂസിങ് TWT, ട്രാവലിംഗ് വേവ് ട്യൂബ് ആംപ്ലിഫയർ, വൈഡ് ബാൻഡ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ്, ട്രോപ്പോസ്കാറ്റർ ലിങ്ക്സ്, ട്രോപ്പോസ്ഫിയറിലുള്ള സ്കാറ്റർ ലിങ്ക്സ് ആയിട്ടും ഈ ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം കമ്മ്യൂണിക്കേഷനായിട്ട്.